എല്ലായിടത്തും ആ വസുവേട്ടത്തെ ഹൈലൈറ്റ് ആവുന്ന എന്നെ മാറ്റി നിർത്തി കളിയാക്കുകയാണ്. ഭാവനേട്ടത്തെയും കൂടി വസുവേട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന. എന്തെങ്കിലും ഒന്ന് ചെയ്യണോ ആന്റി? ഇവിടെ വെച്ച് നീ എന്ത് ചെയ്യാനാ? വസുവേട്ടത്തെ ഇവിടെ അപമാനിക്കപ്പെടണം. ഈ പൂജ പകുതിക്ക് വെച്ച് നിൽക്കണം. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പാടില്ല. പ്രദക്ഷിണം മുടങ്ങണം. നിനക്കതുപോലെ എങ്ങനെ ആന്റി? ഇതുപയോഗിക്കാം. ഈ കുപ്പിച്ചില് വസുവിന്റെ കാലിൽ കൊണ്ടാ പിന്നെ അവള് നടക്കില്ലല്ലോ. സത്യമാണോ ആന്റി? നട. വസു, ആന്റി. വസുന്ധര, വസുന്ധര, വസുന്ധര എന്തു പറ്റി? വസുന്ധര, അയ്യോ മോളെ വസു. വസു, അയ്യോ അയ്യോ അയ്യോ, എന്ത് പറ്റി വസു? അയ്യോ അയ്യോ, വസുവിന്റെ കാലിൽ കുപ്പിച്ചില് കൊണ്ടു. അയ്യോ, ഇപ്പൊ ശരിയായിക്കോളും മോളെ. അയ്യോ, പ്രദക്ഷിണം മുടങ്ങിയല്ലോ. അപശകുനം, അപശകുനം. എന്തായിട്ടോ ഇതൊക്കെ? ഒന്ന് ശ്രദ്ധിച്ച് നടന്നൂടായിരുന്നോ? ഇപ്പൊ പൂജ മുടങ്ങിപ്പോയില്ലേ? ഇനി എന്തൊക്കെ അപശകുനങ്ങൾ ഉണ്ടാവോ എന്തോ. ഒന്ന് നിർത്തുവോ ഭവനെ? നീ പോയി മഞ്ഞൾ എടുത്തിട്ട് വാ. ശരി അമ്മേ. അത് ശരി, ഇവിടെ എങ്ങനെ കുപ്പിച്ചില്ലുകൾ വന്നേ? ഇന്നലെ എണ്ണയിൽ തീ പിടിച്ചു. ഇവിടെ എങ്ങനെ ഇപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? പിള്ളേരെങ്ങനെ കളിച്ചപ്പോ ഇവിടെ ഇട്ടതായിരിക്കും ഏട്ടാ. വസു, പതുക്കെ. വസു, പ്രയോജനമില്ല അബി.
അവളെ കൊണ്ട് നടക്കാൻ പറ്റില്ല ബി. ഈ പ്രദക്ഷിണം നിർത്തുന്ന നല്ലത്. ഇനി ആപത്ത് വരുമോ എന്തോ, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ ദൈവമേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അപ്പോഴേ ഞാൻ ചെയ്യാന്ന് പറഞ്ഞതല്ലേ, ആരെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ? നിന്റെ വാക്ക് എന്റെ വാക്ക് ഇവിടെ ആര് കേൾക്കാനാ? എല്ലാവർക്കും ഈ വസുവിനെ മതിയല്ലോ. പേരെന്ത് ചെയ്യാനാ? പ്രദക്ഷിണം മുടങ്ങിയിട്ട് പാതി വഴിയിൽ നിൽക്കുക. എല്ലാം നമ്മുടെ തലവിധി. ചെയ്തത് നന്നായി അബ്രാം സാർ. പ്രദക്ഷിണം പൂർത്തിയാക്കി. ഇനി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി ഉണ്ടാവും. ഞാൻ പൂജകൾ ചെയ്യാം. നിങ്ങൾ എല്ലാവരും മനസ്സ് തുറന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ. ശരി പൂജാരി. അമാവാസിയിൽ വരുന്ന ഇരുട്ട് പോലെ എന്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വേഗം തന്നെ അതൊക്കെ ഒന്ന് മാറ്റി തരണേ ദൈവമേ. ഏട്ടന്റെ ആഗ്രഹം പോലെ കുടുംബം മുഴുവൻ ഒന്നു ചേർന്ന് സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ദൈവമേ, എന്റെ വസുന്ധര എന്ത് ആഗ്രഹിച്ചാലും അതെല്ലാം നേടിക്കൊടുക്കണേ. ആപദാമഭത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം സ്വാമി. നന്നായി വരട്ടെ. തിരുമേനി, തിരുമേനി. എന്താ, എന്തു പറ്റി? തിരുമേനി, ദൈവത്തിന് മനസ്സിരുത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എന്താ ആവശ്യപ്പെട്ടാലും നിറവേറ്റി തരുമോ? നിങ്ങളുടെ പ്രാർത്ഥന ന്യായമുള്ളതാണെങ്കിൽ തീർച്ചയായും നിറവേറ്റി തരും. നിറവേറാത്ത ആഗ്രഹങ്ങളൊക്കെ നിറവേറുവോ? തീർച്ചയായും നിറവേറ്റി തരും. നിങ്ങളുടെ ആവശ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ മരച്ചുവട്ടിൽ ചരട് കെട്ടണം. എത്രയും വേഗം നിങ്ങളുടെ ആഗ്രഹം നിറവേറും. ആ, ഒരുപാട് നന്ദിയുണ്ട് തിരുമേനി.
എത്രയും പെട്ടെന്ന് എന്റെ 2ാം കല്യാണം നടത്തി തരണേ. എനിക്ക് അമേരിക്കയിലേക്ക് പോവാൻ പറ്റണേ. ഇവിടെ എന്താ പരിപാടി ആന്റി? കിഴി കെട്ടിവെച്ചതാ മോളെ. ഇളയമ്മ എന്തിനാ കിഴി കെട്ടിയത്? വേറെന്തിനാടോ? നിങ്ങക്ക് നല്ലത് വരാനും നമ്മള് വേഗം അമേരിക്കയിലേക്ക് പോവാനും വേണ്ടിട്ടാ. ആന്റി മര്യാദയ്ക്ക് സത്യം പറ. നിങ്ങളോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ശരി, ഞാനൊന്ന് അഴിച്ചു നോക്കട്ടെ. അത് വേണ്ട, അത് വേണ്ട. അപശകുനം. എന്നാ പിന്നെ സത്യം പറ. നമ്മള് വേഗം അമേരിക്കയിലേക്ക് പോവാൻ വേണ്ടി കെട്ടിയതാ. അത് മാത്രല്ലാതെ പിന്നെ എന്തിനാ കെട്ടിയതെന്ന്? അത് സീക്രട്ടടാ. സാരമില്ല, ഞങ്ങളോട് പറയാം. അത് എനിക്ക് വേഗം 2ാം കല്യാണം നടക്കാൻ വേണ്ടി കെട്ടിയതാ. നിങ്ങളെ ഉണ്ടല്ലോ തള്ളേ. ചാവാൻ കിടന്നാലും ആഗ്രഹമൊന്നും അവസാനിക്കില്ല അല്ലേ? മരിക്കുമ്പോ ഒരു സുമംഗലിയായിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആന്റിയുടെ പേര് തന്നെ സുമംഗലി എന്നല്ലേ? പേരില് മാത്രല്ലേ ഉള്ളൂ സുമംഗലി. സിന്ദൂരുണ്ടോ, മിഞ്ചിയുണ്ടോ, വളകളിട്ടിട്ടുണ്ടോ, കഴുത്തിൽ താലിയുണ്ടോ? എന്റെ ജീവിതം മുഴുവൻ ഒരു പ്രയോജനമില്ലാതെ പോയിക്കൊണ്ടിരിക്കാണ്. ഒന്ന് കരച്ചിൽ നിർത്തളയമ്മേ, ആരെങ്കിലും കണ്ട് ചിരിക്കും. വന്നേ പോവാം, നടക്കങ്ങോട്ട്. ദൈവത്തോട് താൻ എന്താ പ്രാർത്ഥിച്ചത്? നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും പുറത്തു പറയാൻ പാടില്ല. ഓ, അപ്പോ ദൈവത്തോടല്ലാതെ മറ്റാരോടെങ്കിലും അത് പറഞ്ഞാ ആ കാര്യം നടക്കില്ല. അങ്ങനെ എന്താ പ്രാർത്ഥിച്ചത്? അതുകൊണ്ടല്ലേ ചോദിക്കണ്ടെന്ന് പറഞ്ഞത്. താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്താ അറിയാന്നാ പറയുന്നേ? താൻ എന്താ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെ അറിയാം? അറിയാം, അത്ര തന്നെ. എന്നാ പിന്നെ പറയൂ. എന്തായാലും ടെസ്റ്റ് ചെയ്യുവാണോ? അറിയണമെന്നുണ്ട്, പറ്റുമെങ്കിൽ പറയും. പുറത്തു പറഞ്ഞാൽ തന്റെ നേർച്ച നിറവേറില്ലല്ലോ. എനിക്കാ പറയാൻ പാടില്ലാത്തത്, ഏട്ടന് പറയാം. പറയേട്ടാ. വേറെന്താ, എന്റെ ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങളെ കഷ്ടതകളെല്ലാം മാറ്റി സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്നാണ് പ്രാർത്ഥിച്ചത്. എന്റെ മനസ്സിലുള്ളത് ഏട്ടൻ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? ഞാൻ ശരിക്കും ഇത് തന്നെയാ പ്രാർത്ഥിച്ചത്. ഏട്ടന്റെ കൂടെയുള്ളവരുടെ മനസ്സ് വായിക്കുന്ന ഒരു മാജിക്ക് ഏട്ടൻ അറിയോ? മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ തന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയാൻ പറ്റുന്ന? തനിക്കായിട്ട് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ തന്നെ തൻ്റെതായിരിക്കുന്നു ഞാൻ കരുതി. അതുപോട്ടെ, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് തനിക്ക് പറയാൻ പറ്റുമോ? ഏട്ടൻ എന്ത് പ്രാർത്ഥിക്കാനാ? ചിലപ്പോ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് നിറവേറ്റി തരാനായിരിക്കും ഏട്ടൻ പ്രാർത്ഥിച്ചത്. ഓ വാവ്, താനും കറക്റ്റായിട്ട് തന്നെയാണല്ലോ പറഞ്ഞേ. തനിക്ക് മാജിക് അറിയാല്ലേ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളുടെ മനസ്സ് മറ്റൊരാൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഏട്ടത്തി എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നോളൂടാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാ. രണ്ടുപേരും നല്ല സിംഗിളാണല്ലോ ഇപ്പൊ. അവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് അവരോട് ബഹുമാനം തോന്നും. ജയന്തി, അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരുന്നുവെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല അച്ഛാ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം. നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞങ്ങൾ ജീവിക്കുന്നേ. ആരാരെയെ സ്നേഹിക്കുന്നെന്നും ആരാർക്ക് ബഹുമാനം കൊടുക്കുന്നെന്നും
ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങൾ കാരണം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്കും അറിയാം. എന്നാ പോയാലോ വസു? വാ. ആ നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ തന്നെ വരാം. നീ ഇപ്പൊ കണ്ടോ പിയെ, ആ ഫാമിലിയെ എന്റെ അനിയത്തി എങ്ങനെയാ കളിപ്പിക്കുന്നതെന്ന്. മിനിമം ആ ഗ്രൂപ്പിലെ ഒരാളെങ്കിലും അവള് തല്ലിയിട്ട് വരും. എങ്ങനെയാ സാർ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്? കാവേരി പോയ സ്പീഡ് കണ്ടോ? പെൺസിംഹം നടന്നു പോയതുപോലെ ഇല്ലേ? ഗുഡ് മോർണിംഗ് അഭിരാം. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ഭർത്താവിനെ പേര് വിളിച്ച് സംസാരിക്കാൻ? പേരിട്ടിരിക്കുന്നത് വിളിക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ, മിസ്സിസ് വസുന്ധര ദേവി. എന്റെ ഭർത്താവിനെ പേര് പറഞ്ഞ് വിളിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഓ അങ്ങനെയാണോ? മിസ്റ്റർ അഭിരാം, എനിക്ക് നിങ്ങളോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒന്ന് അങ്ങോട്ടേക്ക് വരുമോ? എന്താ സംസാരിക്കണ്ടേ? പേഴ്സണൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ഏട്ടനോട് നിനക്കെന്ത് പേഴ്സണൽ കാര്യം പറയണ്ടേ? അല്ല, നീ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കുന്നേ? ഭർത്താവിന് ഇത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്താ അഭിരാം, നിങ്ങൾക്കും അത്രയ്ക്ക് ധൈര്യമില്ലേ? വരൂ. എന്താ സാർ, കാവേരി മേഡം എന്തൊക്കെയോ ചെയ്യുമെന്ന് കരുതിയപ്പോ അഭിരാമിനെ തനിയെ വിളിച്ചോണ്ട് പോകുന്നത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലിയാൽ അഭിരാമിന് വിഷമാവൂന്ന് കരുതി അങ്ങോട്ട് മാറ്റി നിർത്തി തല്ലാൻ പോയതാ. എന്തൊക്കെ ആയാലും സാറിന് ഓവർ കോൺഫിഡൻസ് കൂടുതലാ. ഓ, മിണ്ടാ നിന്ന് അങ്ങോട്ട് നോക്കണ. പറഞ്ഞോളൂ. ഐ ലൈക്ക് യു. എന്ത്? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അല്പം പോലും ചമ്മലില്ലാതെ ഇത്ര ധൈര്യത്തിൽ പറയുന്നൊന്ന് ആലോചിക്കുകയാണോ? ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ തന്നെയാ. എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിപ്പോ കർച്ചീഫ് ആയാലും കാറായാലും പപ്പി ആയാലും കുക്കായാലും എല്ലാം ഞാൻ തന്നെയാ സെലക്ട് ചെയ്യുക. യുനോ, ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. എന്താണെന്നറിയോ, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈം നിങ്ങളെ കണ്ട ഉടനെ ഞാൻ വീണു പോയിന്ന് തന്നെ പറയാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളായിരിക്കണമെന്ന് തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഓഫ് കോഴ്സ് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളുടെ മേളിലുള്ള കേസ് ഞാൻ പിൻവലിച്ചേക്കാം. നിങ്ങളുടെ എല്ലാ സ്വത്തും ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. എത്ര വേണമെങ്കിലും സ്ത്രീധനവും തരാം. നിങ്ങളോട് പ്രതികാരം ചെയ്യാനിരിക്കുന്ന എന്റെ ചേട്ടനെ കൊണ്ട് നിങ്ങളുടെ കാല് കഴുകിപ്പിച്ച് ലൈഫ് ലോങ് നിങ്ങളുടെ കാൽ ചുവട്ടിൽ ഒരു നായ പോലെ കിടക്കുന്ന അവസ്ഥയിലാക്കാം.
നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം. വാട്ട് യു സേ അബ്രാം? അല്ല ആക്ച്വലി നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഓൾറെഡി നിങ്ങൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. 3 കുട്ടികളും ഉണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാണ്. എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. തൻ്റെ ഓഫർ വളരെ നന്നായിട്ടുണ്ട്.